ഹായ് ഗായ്സ്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്. അത് വെഞ്ഞാറമൂട് വെള്ളാണിക്കൽ പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങി നിൽക്കുന്നത്. ഇതുവരെ ആ പാറയിൽ പോയിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഏതൊക്കെ വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞു തരാം. അങ്ങനെ വെള്ളാനിക്കൽ പാറയിലേക്ക് പോകുന്ന വഴിയാണ് ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ വെഞ്ഞാറമൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുള്ളാളം വെള്ളാഞ്ചിറ വഴിയാണ് ഞങ്ങൾ ഷോർട്ട് കട്ട് വഴിയാണ് കയറിപ്പോയത്. അപ്പോൾ അതുവഴി കയറി ഞങ്ങൾ വെഞ്ഞാറമൂട്ടിൽ ചെന്ന് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ആറ്റിങ്ങൽ റോഡിൽ കയറിയിട്ട് ജസ്റ്റ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇടതുവശത്തൊരു പോക്കറ്റ് റോഡുണ്ട്. അതുവഴിയാണ് ഞങ്ങൾ ഇറങ്ങിപ്പോയത്. ഷോർട്ട് കട്ട് വഴിയാണ്. പക്ഷേ ഈ പോകുന്ന ഈ റോഡൊക്കെ നല്ല റോഡ് തന്നെയാണ്. ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, പൊളിഞ്ഞിട്ടൊന്നുമില്ല. ഈ റോഡിൽ സുഖമായി നമുക്ക് പോകാൻ പറ്റും. പക്ഷേ വെഞ്ഞാറമൂട്ടിൽ നിന്ന് ഈ പറയുന്ന വെള്ളാണിക്കൽ പാറയിലേക്ക് പോകാൻ ഏതാണ്ട് ഒരു 8-9 കിലോമീറ്ററോളം ലോങ് ഉണ്ട്. പക്ഷേ എനിക്കറിയത്തില്ല, ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ നോക്കിയാണ് പോയത്. ഇവിടെ ഒരു പാലമുണ്ട്, മുതലപ്പാലമെന്നോ മൂഴിപ്പാലമെന്നോ അങ്ങനെ എന്തോ ഒരു പേര് ഉണ്ട്. പക്ഷേ ബോർഡിൽ അത് വ്യക്തമായിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു തരാനും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ പാലമൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ചും കൂടെ മുന്നോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ മാപ്പ് നോക്കിയാണ് പോയത്. അങ്ങനെ അവിടെ ചെന്നിട്ട് ഈ റോഡ് നേരെ പോകുന്നുണ്ട്, എങ്ങോട്ട് പോകുന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഇത് കുറച്ച് ദൂരം അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിന്നും ഒരു പോക്കറ്റിലോട്ടേക്ക് ഇറങ്ങേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ വലിയ സിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ, ജംഗ്ഷനുണ്ട്, അങ്ങനെ അത്യാവശ്യം വീടുകളും ഒക്കെ ഉണ്ട്. ഇവിടെയൊന്നും വലിയ കാണാനായിട്ടൊന്നും വലിയ ഒരു വ്യൂ പോയിൻറ്റ്സോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ ഈ ഭാഗത്തൊക്കെ ഷൂട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏതോ ഒരു ദുൽഖർ സൽമാൻ്റെ പിക്ചറൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തോ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വരുന്നത്. അങ്ങനെ ഇവിടെ ഇതൊക്കെ നല്ല നല്ല സ്ഥലമാണ്. ഇവിടെ ഒരു ജംഗ്ഷനൊക്കെ ഉണ്ട്, അത്യാവശ്യം ഒരു റോഡും ഒക്കെ നല്ലതാണ്. ഇവിടെയൊക്കെ ഒരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ ഈ പറയുന്ന പാറയില ഭാഗത്തേക്ക് പോകുമ്പോഴാണ് വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ ആ റോഡ് മൊത്തത്തിൽ പൊളിഞ്ഞ് ഇതാണ് ആ റോഡ്. ഈ റോഡെന്ന് വെച്ചാൽ മൊത്തത്തിൽ പൊളിഞ്ഞ് എന്താന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പതുക്കെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. മൊത്തം മറ്റേ ഈ കല്ലുകളും കുഴികളും എനിക്കൊന്നും പറഞ്ഞു തരാനറിയില്ല. ഇങ്ങനെ വളരെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് പോകുന്നത്. എതിരെങ്ങാനും ഒരു വണ്ടി വന്നു കഴിയുകയാണെങ്കിൽ നമ്മളവിടെ ആ വണ്ടി കയറി പോകുന്നതുവരെ നമ്മളവിടെ സൈഡ് ഒതുക്കി കൊടുക്കണം. അല്ലാണ്ട് നമുക്കതങ്ങനെ അങ്ങനെ രണ്ടുപേർക്കും കൂടെ അങ്ങനെ ക്രോസ് ചെയ്ത് കയറി പോകാൻ പറ്റത്തില്ല. അത്രയ്ക്കും പൊളിഞ്ഞു പോയ റോഡാണ്. പക്ഷേ ഇവിടെ നല്ലൊരു മിനി പൊന്മുടി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെയെങ്ങും വീടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല ഫ്രണ്ട്സ്. ഈ വരുന്ന ഈ പാറ വരുന്ന ഭാഗത്ത് ഒരു രാവിലെ ആണെങ്കിൽ ഒരു 9 മണി വരെ ഒരു 1-2 കടയുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു 3-3:30 മണിക്ക് ശേഷം ഒരു ചായക്കടയോ ഒരു കുഞ്ഞു ചോക്ലേറ്റ് ഉണ്ടാകുന്നൊരു കടയോ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ ക്ലോസ് ചെയ്ത് പോകുന്നതാണ് പറയുന്നത്. അവിടെ വീടോ കാര്യങ്ങളോ അങ്ങനെ താമസ സൗകര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇത് ഭയങ്കര പാറയും കുറേ ഒക്കെ തന്നെ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ വാഗമണ്ണിലോ ഈ പരുന്തംപാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് കയറി ചെന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണോ കാണുന്നത് അതുപോലെയാണ് ഇവിടെയും. അത്രേ ഉള്ളൂ. നോക്കുമ്പോൾ ആ കാണുന്നത് പോലെ തന്നെയാണ് ഇവിടെയും. അതിൻ്റെ വലിയ പറയത്തക്ക ഒരു സംഭവങ്ങളൊന്നും ഇവിടെ തന്നെ ഇല്ല. ഈ റോഡൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും തന്നെ ഒത്തിരി സമയമാവും ഫ്രണ്ട്സ്. അതുകൊണ്ട് പോകുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചൊക്കെ പോകണം കേട്ടോ. പെട്ടെന്ന് നിങ്ങൾക്ക് ഓടിയങ്ങ് എത്തത്തൊന്നുമില്ല കേട്ടോ, പൊളിഞ്ഞ റോഡാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ എത്തി. ഇതാണ് സംഭവം. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, സൈഡിലോട്ടൊന്ന് പാർക്ക് ചെയ്തു. ഇത് ഒരു കടയുണ്ട് കണ്ടോ, ആ കാണുന്നൊരു കടയും. പിന്നെ കുറച്ച് വൈകിട്ട് ഈവനിങ്സിൽ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഇവിടെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്ത് ഇത് വഴിயாக കയറി അങ്ങോട്ട് ഈ വഴിയെ മുകളിലേക്ക് കയറി പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഫോട്ടോഷൂട്ടിനൊക്കെ വന്നവരാണ് ഈ പോകുന്നത്. ഇവരൊരു ഇത് വെച്ച് അവിടെ ഒരു തടി വെച്ചിട്ട് അവരങ്ങോട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മറികടന്നിട്ട് വേണം നമുക്ക് കയറി ആ മുകളിലേക്ക് പോകാൻ. നമ്മൾ അങ്ങനെ എല്ലാവരും കൂടെയൊക്കെ കയറി ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പൊക്കത്തിലോട്ട് കയറിപ്പോയി ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടാവും. ഒരു ദേവീ ക്ഷേത്രമാണെന്ന് തോന്നുന്നു അത്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴേക്കും അത് അടച്ച് കിടക്കുകയാണ്.
അതാണ് ആദ്യ എൻട്രൻസിൽ. എന്നും അത് ഇതാണ് ആ ക്ഷേത്രം. എന്നും അവിടെ ദീപം തെളിയിക്കലില്ലെന്നാണ് തോന്നുന്നത്. അതോ ഉണ്ടോ എനിക്കറിയില്ല. അവിടെയെങ്ങോ ചോദിക്കാനൊന്നും ആരും അവിടെയും കാണാൻ പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് ആ ക്ഷേത്രം ഫ്രണ്ട്സ്. അങ്ങനെ ഇവിടുന്ന് ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റുക. ഇതാണ് ആ പാറ. പക്ഷേ ഇവിടെ എല്ലാം ഈ തീ ഇട്ടിട്ട് എല്ലാം കത്തിച്ചിരിക്കുന്നു. ഈ കാണുന്ന എന്താണ് ഈ പുല്ലും പോച്ചകളെല്ലാം കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഫ്രണ്ട്സ്, ഇവിടെ ലവേഴ്സിന് പറ്റിയ സ്ഥലമാണ് കേട്ടോ. പ്രേമിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ. നമ്മൾ വന്നപ്പം അത് മാത്രമേ ഇവിടെ കാണാനുണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഞങ്ങളുടെ കുട്ടികൾ ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്ന് നിൽക്കുന്നവരാണ് കേട്ടോ ഇതെല്ലാം. ഇത് കണ്ടോ, ഇതാണ് അവിടുത്തെ കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ നമ്മൾ മുന്നിലോട്ട് നോക്കുമ്പം ആ കാണുന്ന അത്ര മാത്രമാണ് ഇവിടുത്തെ ഭംഗി എന്ന് പറയാൻ. പക്ഷേ ഇതിപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഇതെല്ലാം ഈ പോച്ചകളെല്ലാം പച്ചപ്പുള്ളതായിരുന്നു, ഇപ്പം വെയിലായത് കാരണം കരിഞ്ഞു പോയെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങൾ ആദ്യമായതുകൊണ്ട് എങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. ഇതാണ് അവിടുത്തെ വ്യൂ പോയിൻ്റ് കാണാനുള്ള ഭംഗി. പിന്നെ അവിടെ അതൊരു ആ കാണുന്നത് ഒരു വാട്ടർ ടാങ്കാണ് അവിടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി നിൽക്കുന്നതാണ് നമ്മളെ കുട്ടികൾ. ക്ഷേത്രത്തിൻ്റെ മുന്നാണ് ഫോട്ടോഷൂട്ടായിട്ട് നടക്കുന്നത്. അങ്ങനെ എല്ലാമൊക്കെ കണ്ടു ആസ്വദിച്ചു, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.